ഇനി ബുഖാരിയിലെ ഹദീസിനെ സംബന്ധിച്ചും അതിന്റെ വിശദീകരണത്തെ സംബന്ധിച്ചും ഇൻഷാ അല്ലാഹ് ഹനീഫ് കായക്കൊടി വിശദീകരിക്കുന്നതാണ്. നേരത്തെ ശംസുദ്ദീൻ പാലത്ത് സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾ കഴിയും തോറും ചില ആളുകളുടെ ബുദ്ധി കുറഞ്ഞു വരികയാണ്. 2000 ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുകൾ സ്വീകരിക്കുവാൻ അവരുടെ ബുദ്ധി വിശാലമായിരുന്നു. ലോകത്ത് കഴിഞ്ഞുപോയ മുസ്ലിങ്ങളെപ്പോലെ ഇന്നും ജീവിക്കുന്ന മുസ്ലിങ്ങളെപ്പോലെ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളെപ്പറ്റി അത് സ്വീകാര്യമാണ് എന്നതിനെപ്പറ്റി അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഇല്ല. അത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ബുദ്ധിമാന്മാരാണ് ലോകത്ത് കഴിഞ്ഞുപോയ സലഫി പണ്ഡിതന്മാരും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരും. എന്നാൽ 10 വർഷം മുമ്പ് ആ ബൗദ്ധിക നിലവാരത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ സംഘടനയിൽ നിന്ന് വേറിട്ടു പോയപ്പോൾ ചില ഹദീസുകളൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ബുദ്ധിപരമായ അവരുടെ നിലവാരം താണുപോയി. അതാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത. ഈ വിഷയത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് അത് സ്വീകാര്യമല്ല എന്നത് പറയുന്നതിന് അത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു ന്യായം നിങ്ങളൊന്ന് കേട്ടുനോക്കുക. ഒന്ന്, അത് ഖുർആനിനെതിരാണ്. സൂറത്തു ഇസ്രായിലെ 47-48 വചനങ്ങൾക്കെതിരാണത്. സൂറത്തു ഫുർഖാനിലെ 8-9 ആയത്തുകൾക്കെതിരാണത് ആ ഹദീസ്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഖുർആനിനെതിരായതുകൊണ്ട് സ്വീകാര്യമല്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ് വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾക്ക് എതിരാണ്, അതുകൊണ്ട് സ്വീകാര്യമല്ല എന്നാണ് ഈ ആളുകൾ പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്വഹാബത്ത് അത് കേട്ടു. അത് കേട്ട സ്വഹാബികൾ തന്നെയാണ് ഈ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിക്കുന്നത്. ഈ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പണ്ഡിതന്മാർ ഈ ഹദീസുകൾ കൈമാറി വരികയാണ്. വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാരുണ്ട്. അതേപോലെ തന്നെ സിഹറിന്റെ ഈ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ വിശദീകരണം എഴുതിയ പണ്ഡിതന്മാരുണ്ട്. ഈ 2 വിഭാഗം പണ്ഡിതന്മാരിൽ ആരെങ്കിലും അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിക്കുന്ന പ്രാമാണിക തഫ്സീറുകൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു തഫ്സീറുകളുടെ കൂട്ടത്തിൽ തഫ്സീർ മുഫസ്സിറുകളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങി ഒരുപാട് മുഫസ്സിറുകളുടെ പേരുകൾ നമുക്കറിയാം. ഇമാം തുബരിയെ പോലെ, ഇമാം ഖുർത്തുബിയെ പോലെ, മറാഗിയെ പോലെ, ഇബ്നു കസീറിനെ പോലെ എന്നിങ്ങനെ ഒരുപാട് മുഫസ്സിറുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ സൂറത്തുൽ ഇസ്രായിലെ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി ഇദ് യസ്തമിഊന ഇലൈക വൈദുഹും നജ്വാ ഇദ് യഖൂലു ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്റൂറാ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇതാ ഇമാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്ന ഈ ഹദീസ്. ഇനി ബുഖാരി ഉദ്ധരിക്കുന്നതിന് മുമ്പ് ജീവിച്ചവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഹദീസ് കേൾക്കുന്നുണ്ട്, ഈ ഹദീസ് ഈ ആയത്തിന് എതിരാണ് എന്നീ ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയോ? ഒരു പരിഭാഷയെങ്കിലും ഒരു തഫ്സീറെങ്കിലും ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ ഇത് പ്രസംഗിച്ച് നടക്കുന്ന, ഞങ്ങൾക്കത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? കഴിയില്ല. ഒരിടത്തും അത് വിശദീകരിച്ചിട്ടില്ല. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു, ഇമാം ബുഖാരി ആ ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിന് ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിന് സഹീഹിന് പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതി. ഇബ്നു ഹജർ വ്യാഖ്യാനം എഴുതി, ദാറുഖുത്നി വ്യാഖ്യാനം എഴുതി, ഇബ്നു റജബ് വ്യാഖ്യാനം എഴുതി. ഇതേപോലെയുള്ള പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതി.
ഏതെങ്കിലും പണ്ഡിതന്മാർ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഈ കാര്യം, ഈ ഹദീസ് അത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷേ അത് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾക്കെതിരാണ് എന്ന് രേഖപ്പെടുത്തിയോ? രേഖപ്പെടുത്തിയില്ല. 2. മൂന്നാമത്തേത്, ഒരു മുസ്ലിമിന്റെ അഖീദ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിക്കപ്പെട്ടു. അഖീദയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയായി അറിയപ്പെടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ അഖീദ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇതാ വിശുദ്ധ ഖുർആനിനെതിരാണ് ഈ ഹദീസ്, അതുകൊണ്ട് ഇത് തള്ളിക്കളയേണ്ടതുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യം, ലോകത്ത് കഴിഞ്ഞുപോയ ഈ പ്രാമാണികരായ പണ്ഡിതന്മാർ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചവർ, അതേപോലെ ഹദീസുകൾ വ്യാഖ്യാനിച്ചവർ, അതേപോലെ മുസ്ലിമിന്റെ അഖീദ വിശദീകരിച്ചവർ, ആ പണ്ഡിതന്മാർക്കൊക്കെ അബദ്ധം സംഭവിച്ചു, ആ പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റി. ആ പണ്ഡിതന്മാർ മനസ്സിലാക്കാത്ത ഖുർആൻ ഇവിടെ ഏതെങ്കിലും ഒരു തലത്ത് ജീവിക്കുന്ന ഒരാൾ മനസ്സിലാക്കി, ഏതെങ്കിലും സംഘടനയോട് വിരോധം വെച്ച് പുലർത്തുന്ന ഒരാൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അതാണോ നാം സ്വീകരിക്കേണ്ടത്? അതല്ല പൂർവിക പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതാണോ നാം സ്വീകരിക്കേണ്ടത് എന്നാണ്. രണ്ടാമതായി, ഈ ഹദീസ് സ്വീകാര്യമല്ല, ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥമെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും പ്രഖ്യാപിച്ച ഹദീസ് അത് സ്വീകാര്യമല്ല എന്ന് പറയാൻ രണ്ടാമതായി ഇവർ നിരത്തുന്ന ന്യായം നിങ്ങളൊന്ന് കേൾക്കുക. മൂന്നാമത്തെ പോരായ്മ മുദല്ലസാണ് ഹദീസ്. ആ ഹദീസ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹിശാം ബിൻ ഉർവയിൽ നിന്ന് മാത്രമാണ്. അയാൾ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹിശാം, ഈ ഹിശാമിനെ കുറിച്ച് പറഞ്ഞത് സ്വന്തം പിതാവിൽ നിന്ന് കേൾക്കാത്ത കാര്യങ്ങൾ താൻ പിതാവിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹിശാം. അതിനാണ് മുദല്ലസായ ഹദീസ് സ്വീകരിക്കേണ്ടതില്ല. ഈ ഹദീസ് മുദല്ലസാണ്, അതുകൊണ്ട് സ്വീകരിക്കേണ്ടതില്ല. ഹിശാമൻ അബീഹി എന്ന് പറയുന്ന ഹദീസ് അത് സ്വീകരിക്കാൻ പാടില്ല, കാരണം ഇദ്ദേഹം മുദല്ലിസാണ് എന്നാണ് ഈ മൗലവിമാരിപ്പോ കണ്ടെത്തിയിരിക്കുന്നത്. ആരാ സഹോദരന്മാരെ ഇവർക്ക് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? സലാം സുല്ലമി ഉണ്ടാക്കിയതല്ലല്ലോ, അതല്ലെങ്കിൽ ഈ പ്രസംഗിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടാക്കിയതല്ലല്ലോ, മറിച്ച് ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരാണ്. ഇബ്നു സലാഹിനെ പോലെ, ഇബ്നു ഹജറിനെ പോലെയുള്ള പണ്ഡിതന്മാരാണ് എന്താണ് തദ്ലീസ് എന്ന്, ആരാണ് മുദല്ലിസ് എന്ന്, എപ്പോഴാണ് ഒരു ഹദീസ് മുദല്ലസാവുന്നത് എന്ന് വിശദീകരിച്ചത്. എന്നാൽ ആ വിശദീകരിച്ച പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞോ ബുഖാരിയിലെ ഈ ഹദീസ് തള്ളിക്കളയണം? അങ്ങനെയാണെങ്കിൽ അവരല്ലേ അത് പറയേണ്ടിയിരുന്നത്. ആ പറഞ്ഞ പണ്ഡിതന്മാർ എന്താണ് തദ്ലീസ്, മുദല്ലിസ്, മുദല്ലസി എന്നൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാരാണ് പറഞ്ഞത് ബുഖാരിയിലെ ഹദീസുകൾ ദുർബലമല്ല. ഇനി ഈ പറഞ്ഞ ഹിശാം ദുർബലനായ ആളാണോ? ഹിശാം ദുർബലനായ ആളാണോ? ഇപ്പറഞ്ഞ ന്യായം വെച്ച് ബുഖാരിയിലെ ഹദീസ് തള്ളാന്ന് വിചാരിക്കുക നമ്മൾ. എന്ത്? ഹിശാമിൻ അൻ അബീഹി എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞ് തള്ളാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, ഈ മടവൂരി മൗലവിമാർ പറയുന്നത് കേട്ട് അത് ശരിയാണ് എന്ന് വിചാരിച്ചു നിൽക്കുന്ന നിഷ്കളങ്കരായ സഹോദരന്മാരെ മനസ്സിലാക്കണം, ഈ ഒരു ഹദീസിൽ നിൽക്കില്ല ബുഖാരിയെ തള്ളൽ. കാരണം ഹിശാമിൻ അൻ അബീഹി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് 141 ഹദീസുകളാണ്. അൻ ഹിശാമിൻ അൻ അബീഹി എന്ന് പറയുന്ന ഹദീസ് അത് മുദല്ലസാണ്, സ്വീകരിക്കാൻ പാടില്ലെന്നല്ലേ ഇവർ പറഞ്ഞത്? എങ്കിൽ ഈ ഒരു ഹദീസ് തള്ളിയാൽ മതിയാവില്ല, ബുഖാരിയിൽ നിന്ന് 141 ഹദീസ് തള്ളണം. ബുഖാരിയുടെ പരിഭാഷയോ ബുഖാരിയുടെ കിതാബോ വീട്ടിലുള്ളവർ പോയി മറിച്ചു നോക്കുക. 20-ാം നമ്പർ ഹദീസ്, 130-ാം നമ്പർ ഹദീസ്, 212-ാം നമ്പർ ഹദീസ്, 162-ാം നമ്പർ ഹദീസ്, 317-ാം നമ്പർ ഹദീസ് എന്നിങ്ങനെ തുടങ്ങി 141 ഹദീസുകൾ തള്ളേണ്ടി വരും. മുസ്ലിമിൽ നിന്ന് 90 ഹദീസുകൾ തള്ളേണ്ടി വരും. എങ്ങനെ? അൻ ഹിശാമിൻ അൻ അബീഹി എന്ന് പറഞ്ഞുകൊണ്ട്. ആരാണ് ഈ ഹിശാം? ഹിശാം ഇബ്നു ഉർവത്ത് ഇബ്നു സുബൈർ. ബുഖാരിയിൽ അൻ ഹിശാം ഇബ്നു ഉർവ അൻ അബീഹി എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഹദീസിന്റെ പരമ്പരയുണ്ട്. അൻ ഹിശാം ഇബ്നു ഉർവ അൻ അബീഹി എന്ന് പറയുന്ന പരമ്പരകൾ 120
120 എണ്ണമാണ് ബുഖാരിയിലുള്ളത്, 67 എണ്ണം മുസ്ലിമിലുമുണ്ട്. അതും തള്ളണ്ടേ? ഹിശാം ഇബ്നു ഉർവ തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് തള്ളുകയാണെങ്കിൽ ബുഖാരിയിൽ നിന്ന് 141 കൂട്ടണം 120 തള്ളണം. മുസ്ലിമിൽ നിന്ന് 90 കൂട്ടണം 67 തള്ളണം. ഈ ഹദീസൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാ തള്ളേണ്ടത്? സലാം സുല്ലമിക്കും ഹുസൈൻ മടവൂരിനും CP ഉമർ സുല്ലമിക്കും മനസ്സിലാകുന്നില്ല എന്നതിന്റെ പേരിൽ അത് തള്ളാൻ മുസ്ലിം സമൂഹം നിന്നുകൊടുക്കണോ? അതിന് മാത്രം വിവരം CPക്കും മടവൂരിനൊക്കെ ഉണ്ട് നമുക്ക് തോന്നണ്ടേ? ഇബ്നു ഹജർ സ്വീകരിച്ച ഹദീസ്, ഇബ്നു റജബ് സ്വീകരിച്ച ഹദീസ്, ഇബ്നു അബ്ദുൽ ബർ സ്വീകരിച്ച ഹദീസ്, ഇമാം ശാഫിഈ സ്വീകരിച്ച ഹദീസ്, ഇമാം ഇബ്നുൽ ഖയ്യിം സ്വീകരിച്ച ഹദീസ്, ഇമാം ഇബ്നു തൈമിയ്യ സ്വീകരിച്ച ഹദീസ്, ആധുനിക പണ്ഡിതന്മാരായ ശൈഖ് ഇബ്നു ബാസും ശൈഖ് ഉസൈമീനും അതേപോലെ ശൈഖ് അൽബാനിയും ഒക്കെ സ്വീകരിച്ച ഹദീസ്, അതൊക്കെ നമ്മൾ തള്ളേണ്ടത് ആർക്ക് വേണ്ടി? ഹുസൈൻ മടവൂരിന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല, CP ഉമർ സുല്ലമിയുടെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓല ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കലല്ലേ ഞമ്മക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളതിനുള്ള അടയാളം? അതല്ല, ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാലും ശരി, മടവൂരിനും CPക്കും അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മക്കത് ബോധ്യപ്പെടൂല എന്ന് പറഞ്ഞാൽ ഓല ബുദ്ധി പോലെ നമ്മളെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നല്ലാതെ മുസ്ലിം സമുദായം എന്താ ഇതിൽ മനസ്സിലാക്കേണ്ടത്? ഇനിയും കിതാബ് അറിയുന്ന പണ്ഡിതന്മാർ മടവൂരികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചോ നിങ്ങൾ. അസഹുൽ അസാനീദ്, ഓരോ പരമ്പരയെ പറ്റി ഓരോരുത്തരിൽ നിന്നും സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പരമ്പരകൾ, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര എന്നിങ്ങനെ ഹദീസ് പണ്ഡിതന്മാർ ഓരോ പണ്ഡിതന്മാരിൽ നിന്നും ഓരോ സഹാബികളിൽ നിന്നും വരുന്ന ഏറ്റവും സ്വീകാര്യമായ പരമ്പരകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന അസഹുൽ അസാനിദ് ഏറ്റവും സ്വീകാര്യമായ പരമ്പര അൻ ഹിശാമിൻ അൻ അബീഹി അൻ ആയിഷ എന്ന പരമ്പരയാണ്. അതാ പണ്ഡിതന്മാരുടെ നിലപാട് ആ വിഷയത്തിൽ. പക്ഷെ പണ്ഡിതന്മാരുടെ നിലപാട് സ്വീകരിച്ചാൽ AP അബ്ദുൽ ഖാദർ മൗലവിയെയോ TP അബ്ദുള്ള കോയ മദനിയെയോ അതല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെയോ പണ്ഡിതന്മാരെയോ ചീത്ത പറയാൻ കഴിയില്ല. അത് ചീത്ത പറയണമെങ്കിൽ എന്ത് വേണം? ബുഖാരിയെ തല്ലിയാലും കുഴപ്പമില്ല, മുസ്ലിമിനെ തല്ലിയാലും കുഴപ്പമില്ല, ഹിശാമിനെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയാണല്ലോ മകൻ മരിച്ചിട്ടും മരുമകളുടെ കണ്ണീര് കാണണം എന്ന് വിചാരിക്കുന്ന അമ്മായി അമ്മയെ പോലെ എന്തായാലും കുഴപ്പമില്ല, മുജാഹിദീങ്ങളെ രണ്ട് ചീത്ത പറയണം, അതിനാരെ മോശാക്കിയാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇനിയോ ഈ വിഷയത്തിൽ മൂന്നാമത് ഇവർ പറയുന്ന വേറൊരു ന്യായം കേട്ടോളൂ നിങ്ങൾ. ഇനിയോ വെറുവാൻ എന്ന് പറയുന്ന സ്ഥലത്തെ കിണർ അങ്ങനെ ഒന്നില്ല ചരിത്രത്തിൽ. അത് തകർത്തുവെങ്കിൽ, ഇത്രയും വലിയൊരു സംഭവത്തിന്റെ പിന്നിൽ ഒരു കിണർ തകർത്തുവെങ്കിൽ, അത് കുഴിച്ചു മൂടിയെങ്കിൽ ചരിത്രത്തിൽ അത് അറിയപ്പെടേണ്ടിയിരുന്നു. എന്നാൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണറില്ല, അങ്ങനെ ഒരു കിണറില്ല ചരിത്രത്തിൽ. പഠിച്ചു നോക്കണം എന്ന് നമുക്കും പറയാനുള്ളത്. ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണറില്ല എന്നതിന്റെ കൂടെ ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തുക. ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണർ ഇല്ല എന്നത് ഇവരുടെ വാദാണ്. ആ ചരിത്രം ഇവർക്ക് അറിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ ഹദീസ് ധരിച്ച പണ്ഡിതന്മാർ ബിർ ദർവാൻ എന്ന കിണറ്റിലാണ് ജൂതൻ സിഹർ ചെയ്തു വെച്ചത് എന്ന ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ബുഖാരി, ആ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മുസ്ലിം, ആ ഹദീസ് രേഖപ്പെടുത്തിയ പിൽക്കാല പണ്ഡിതന്മാർ അവരാരും ആലോചിച്ചില്ലേ ഇങ്ങനെ ഒരു കിണർ ഉണ്ടോ ഇല്ലേ നമുക്കൊന്ന് ചർച്ച ചെയ്യണ്ടേ? ഞാനതാ പറഞ്ഞത്, അവരെക്കാളൊക്കെ ബുദ്ധി ഇവർക്ക് ഉണ്ടാണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഇവിടെ എത്തിയാ പോരല്ലോ ഇവര്. ഇപ്പൊ അലി ആരാന്ന് നമുക്കറിയാം. അതേപോലെ അക്കൂട്ടത്തിൽ ഈ ഹദീസിനെ നിഷേധിക്കുന്ന മടവൂരായാലും അതല്ലെങ്കിൽ CP ഉമർ സുല്ലമിയായാലും അവരുടെയൊക്കെ ബൗദ്ധിക നിലവാരം ബുദ്ധിപരമായി അവരെത്ര ഉന്നതിയിലുണ്ട് എന്ന് കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാലോ. അവരെക്കാളൊക്കെ ബുദ്ധിയുള്ള ആളുകൾ വേറെ ഉള്ളത് കൊണ്ടാണല്ലോ അവരിങ്ങനെയായിപ്പോയത്. അപ്പൊ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ഒരു ചിന്ത പൂർവികരുടെ മനസ്സിലൊന്നും കടന്നുപോയില്ലേ?
ഇമാം ബുഖാരി ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു. അതേപോലെ തന്നെ ത്വബഖാത്തുൽ കുബ്രയിൽ, സഹീഹ് ഇബ്നു ഹിബ്ബാനിൽ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ, അതേപോലെ തന്നെ ഇമാം ഹുമൈദിയുടെ മുസ്നദിൽ, ഇമാം ഷാഫിയുടെ മുസ്നദിൽ ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതാണത്. അവരാരും എന്ത് ചെയ്തില്ല, ഇങ്ങനെ ഒരു കിണർ ഞങ്ങളാരും നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? അവർക്കറിയാം അങ്ങനെ ഒരു കിണറുണ്ട്. എവിടുന്ന് മനസ്സിലായി അങ്ങനെ ഒരു കിണർ? അൽ മഫ്സൽ ഫീ താരീഖിൽ അറബി ഖബല അൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പുള്ള അറബികളുടെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥം പറയുന്നു. അവിടെ വഖദ് ഇഹ്തഫറ അൽ യഹൂദു ആബാറ, ജൂതന്മാർ ഒരുപാട് കിണറുകൾ കുഴിച്ചു. കാനു യബിഊനൽ മാ മിൻഹാ ബിദ്ദലാ, അവർ ആ കിണറുകളിലെ വെള്ളം വിൽപ്പന നടത്താറുണ്ടായിരുന്നു. മിസ്ല ബീർ അറൂമ വകാനത് ലിയഹൂദി, ബീർ അറൂമ പോലെ അതൊരു യഹൂദിയുടേതായിരുന്നു. വഖദ് അമറ റസൂൽ ബിശിറായിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങാൻ പറഞ്ഞു. ഫസ്റഹ ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങി. വമിൻ ആബാരിൽ മദീന ബീർ ദർവാൻ, ആ മദീനയിലെ കിണറുകളിൽപ്പെട്ട ഒരു കിണറാണേത്? ബീർ ദർവാൻ. വഹിയൽ ബീറുല്ലത്തി യുകിറ ഇന്ന ലബീദ ഇബ്നുൽ അഅസം അൽ യഹൂദി സഹറ ബിഹ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ഇബ്നുൽ അഅസം സിഹർ ചെയ്തത് ആ കിണറ്റിലാണ് എന്നാണ്. ഇനി ഇമാം സുയൂത്തിയുടെ ലുബ്ബുൽ ലുബാബ് ഫീ തഹരീറിൽ അൻസാബ്, അതിൽ വിശദീകരിക്കുക അൽ ജൗആനിയ. ഏതാ ഈ ജൗആനിയ എന്ന് പറയുന്ന സ്ഥലം? അദ്ദേഹം പറയുന്നു, ഇസ്മുൽ ലിൽ ബുഖയത്തി ലത്തി ബിഹാ ബിർ ദർവാൻ അല്ലത്തി സുഹിറ ബിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഫിൽ മദീനത്തിൽ മുനവ്വറ ഫീ ബിമനാസിൽ ബനൂ സുറൈഖ്, ബനി സുറൈഖ്. ബനൂ സുറൈഖ് ഗോത്രം താമസിച്ച മദീനയിലെ പ്രദേശം, ആ പ്രദേശത്താണ് എന്തുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ചെയ്യപ്പെട്ട ബീർ ദർവാനുള്ളത്. ആരാ? സുയൂത്തി വിശദീകരിക്കുന്നു. ഇങ്ങനെ ചരിത്രം പറഞ്ഞ ഒരുപാട് കിതാബുകളിൽ ബീർ ദർവാനുണ്ട് എന്ന് പറയുന്നത് കാണാം. അപ്പൊ ആർക്കാ കുഴപ്പം? ബീർ ദർവാനാണോ കുഴപ്പം? പഠിക്കാത്ത ഇവർക്കാണോ കുഴപ്പം? ഇവര് പഠിച്ചില്ല എന്നുള്ളതാ കുഴപ്പം. ഇവര് പഠിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാ കുഴപ്പം. പഠിച്ചാൽ എന്താകും? മുജാഹിദുകൾ പറയുന്നത് ശരിയാന്ന് സമ്മതിക്കേണ്ടി വരും. അത് സമ്മതിക്കാൻ ഖിയാമത്ത് നാൾ വരെ ഇവരെ മനസ്സ് സമ്മതിക്കൂല. അതുകൊണ്ട് ഇല്ല എന്ന ആളുകളോട് പറയാൻ. ഇനി കേട്ടോളൂ വേറെ ഒരു ന്യായം ഈ വിഷയത്തിൽ പറയുന്നത്. ഇനിയും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അതിൽ. ബനൂ സുറൈഖ് എന്ന് പറയുന്ന ജൂതഗോത്രത്തിലെ ലബീദ് ഇബ്നു അഅസം എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സിഹർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഹദീസിൽ. എന്നാൽ അറബികളുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ അഅസം എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല. എന്നിട്ടല്ലേ അഅസമിന് ലബീദ് എന്ന് പറഞ്ഞ മകൻ ഉണ്ടാവുന്നത്? കേട്ടാൽ എന്താ വിചാരിക്കുക? കിതാബുകളൊക്കെ പരിശോധിച്ച് കൃത്യമായ പഠനം നടത്തി പറഞ്ഞതാണല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിക്കും. ഇത് ബുഖാരി ആലോചിച്ചില്ലേ? അയസം തന്നെ വാപ്പ ഉണ്ടോ? ആ വാപ്പാക്ക് ലബീദ് തന്നെ മോനുണ്ടോ എന്ന് ഇമാം ബുഖാരി ആലോചിച്ചോ? ഇമാം മുസ്ലിം ആലോചിച്ചോ? എന്നിട്ട് അവരില്ലാന്ന് കണ്ടെത്തിയിട്ടാണോ ഇത് എഴുതിയത്? അങ്ങനെ ഒരു അയസമേ ജീവിച്ചിരിപ്പില്ല. ഇതിപ്പോ ഈ ഹിജ്റ 1500 ആകാനിരിക്കുന്ന ഇക്കാലത്ത് ഇവര് മർക്കസ് ദഅവയിലിരുന്ന് ഗവേഷണം നടത്തേണ്ട ഒരു വിഷയമല്ലല്ലോ. ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? അഖീദയുടെ കിതാബുകളിൽ, ചരിത്രത്തിന്റെ കിതാബുകളിൽ ലബീദ് ബിൻ അഅസമിന്റെ പേര് രേഖപ്പെടുത്തുന്നു. എന്താ? ജഹ്മ് ബിൻ സഫ്വാനുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ വ്യതിയാനത്തിന്റെ വക്താവായിരുന്നു ജഹ്ം. ആ ജഹ്മ്, അയാളെ പറ്റി പറയാ, വൽ ജഹ്ം ഖദ് അഹദഹു അനിൽ ജഅദ് ബിൻ ദിർഹം, ജഅദ് ബിൻ ദിർഹമിൽ നിന്നാണ് ജഹ്മ് തന്റെ വികലമായ വിശ്വാസം സ്വീകരിച്ചത്. ആ ജഅദിനെയാണ് ഇസ്ലാമിക ഭരണാധികാരി വലിപെരുന്നാളിന്റെ അന്ന് കൊണ്ട് അറുത്ത് കളഞ്ഞത്, ബലിയറുത്ത് കളഞ്ഞത്. കാരണം ഈ ഫിത്നുണ്ടാക്കിയപ്പോ ഞാനിതാ ജഅദിനെയാണ് ബലിയറുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭരണാധികാരി ജഅദിനെ അറുത്ത് കളഞ്ഞു, കൊന്നുകളഞ്ഞു. ആ ജഅദിൽ നിന്നാണ് ജഹ്മ് വികലമായ വിശ്വാസം സ്വീകരിച്ചത്. ആ ജഹ്മാകട്ടെ അബ്ബാൻ ബിൻ സമആൻ എന്ന് പറയുന്ന ആളിൽ നിന്നാണ്. ആ അബ്ബാൻ ബിൻ സമആൻ ആരിൽ നിന്നാണ് ഈ വികലമായ വിശ്വാസം സ്വീകരിച്ചത്? അൻ ത്വാലൂത്ത് എന്ന് പറയുന്ന ആളിൽ നിന്നാണ്. ആരാണ് ഈ ത്വാലൂത്ത്? ഇബ്നു ഉഖ്തി ലബീദ് ഇബ്നുൽ അഅസം, ലബീദ് ഇബ്നുൽ അഅസമിന്റെ സഹോദരീ പുത്രനാണ്. അപ്പൊ ലബീദ് ഇബ്നുൽ അഅസം ഉണ്ടോ?
ലബീദ് ഇബ്നുൽ അഅസം ഉണ്ട്. അഅസം എന്ന് പറഞ്ഞ വാപ്പ ഉണ്ടോ? അഅസം എന്ന് പറഞ്ഞ വാപ്പ ഉണ്ട്. ആ വാപ്പാക്ക് ലബീദ് എന്ന് പറഞ്ഞ മോനുണ്ടോ? ലബീദ് എന്ന് പറഞ്ഞ മോൻ മാത്രമല്ല, ഒരു മോളും ഉണ്ട്. എന്നിട്ട് ഈ മല്ലാക്കമാര് പറയാ അഅസം എന്ന് പറഞ്ഞ ഒരാളെ ജീവിച്ചിരുന്നിട്ടില്ല. ഏതാ ഈ അഅസം? ആ അഅസമിനെ പറ്റിയാണ് പണ്ഡിതന്മാർ പറയുന്നത്. അൻ ഖാലിഹി ലബീദ്, ഈ അഅസം ഇത് സ്വീകരിച്ചത് തന്റെ അമ്മാവനായ ലബീദിനെ പറ്റിയാണ്. വഹാദിഹി സിൽസില യഹൂദിയ ലഹാ സവാബിഖ് ഫീ മുഹാറബത്തിൽ ഇസ്ലാം, ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച യഹൂദി പരമ്പരയാണിത്. ആ യഹൂദി പരമ്പരയിൽപ്പെട്ട ലബീദ് ഇബ്നുൽ അഅസം ഇവിടെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ യഹൂദികളിൽ നിന്ന് അച്ചാരം വാങ്ങി ഇസ്ലാമിനെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒബാമയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട്, അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇസ്ലാമിക വസ്ത്രധാരണ രീതി പോലും അറിയാത്ത പെണ്ണിനെ കൊണ്ടുവന്ന് കേരളത്തിലെ പർദ്ദ ധരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ജൂതന്മാരുടെ പിൻഗാമികൾക്ക് ലബീദിനെ നിഷേധിക്കണം, ലബീദ് ഇബ്നുൽ അഅസമിനെ നിഷേധിക്കണം, അയാളുടെ അസ്തിത്വത്തെ നിഷേധിക്കണം. പക്ഷേ ഈ സമുദായത്തിൽ ജീവിച്ച ജൂതന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ജൂതന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിച്ച മുൻകാല പണ്ഡിതന്മാരുടെ കിതാബുകൾ ഭൂമി മലയാളത്തിൽ അവശേഷിക്കുന്ന കാലത്തോളം ഹുസൈൻ മടവൂരല്ല, CP ഉമർ സുല്ലമിയല്ല, അബ്ദുസ്സലാം സുല്ലമിയല്ല, അവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും തെരുവുകളിൽ വിളിച്ചു പറയുന്ന ചില കുട്ടിപ്പട്ടാളങ്ങളല്ല. ആര് പറഞ്ഞാലും ആ ചരിത്ര സത്യം ഇവിടെ അവശേഷിക്കുക തന്നെ ചെയ്യും എന്ന്